ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായവി ട്രേഡിംഗ്. അപ്പോൾ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളും വാർണിങ്സും ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. നന്നായിട്ട് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ വാർണിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ എമെട്ര ട്രേഡർ 5 അല്ലെങ്കിൽ MT5 മൾട്ടിപ്പിൾ. എന്തിനാണ് മൾട്ടിപ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ബ്രോക്കറായിട്ടുള്ള XNSO XMO അതുപോലെ തന്നെ അൽപാരിയോ ഏതെങ്കിലും ഒരു ബ്രോക്കറെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എവിടെ? ഈ MT5 കണക്ട് വെച്ചിട്ടുണ്ടാവും. ഇനി ഒരു ബ്രോക്കറെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ആഡ് ചെയ്യാം. പക്ഷേ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണം, നമുക്കൊന്ന് ആഡ് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യണം എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു MT5 കൂടെ നമ്മുടെ ഒരു PC-യിൽ എങ്ങനെയാണ് നമുക്ക് 1, 2, 3 MT5 നമുക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യണേ എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ EXE ഫയൽ ഉണ്ടാവും. ഓക്കെ, ആ EXE ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ നമ്മൾ ക്രോമിൽ നമ്മൾ MT5ൻ്റെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് EXE ഫയൽ നമ്മുടെ ഡൗൺലോഡിൽ പോയിട്ടുണ്ടാവും, ഡൗൺലോഡിൽ കിടക്കുന്നുണ്ട്. ആ ഡൗൺലോഡിൽ കിടക്കുന്നത് നമ്മൾ എടുക്കുക. ഇതാണ് ഈ ഒരു സെറ്റിങ്സ് ആണ്. ഓക്കെ, ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിക്കും, യെസ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ പിന്നെയും എന്ത് ചെയ്യും? ഇതിലേക്ക് തന്നെയാണ് അറ്റാച്ച് ആവുക. അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. നമ്മളിവിടെ സെറ്റിങ്സിൽ പോവുക. ഇപ്പോൾ എന്താണ്, C പ്രോഗ്രാമിൽ നമുക്ക് ഓൾറെഡി MT5 ഇവിടെ ഉണ്ട്. ഓക്കെ, ഓൾറെഡി ഉണ്ട്. നമ്മൾ /1 അല്ലെങ്കിൽ ഒരു -1 കൊടുക്കുക. ഇവിടെ ഒരു -1 കൊടുക്കുക. ഇവിടെ ഈ ഒരു ടിക്ക് മാർക്കിൽ ഇത് അൺടിക്കറ്റ് കൊടുക്കുക. ഓക്കെ, നമുക്കിപ്പോൾ MQL5ൻ്റെ കമ്മ്യൂണിറ്റി വെബ്സൈറ്റ് ഒന്നും നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കാം. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ അടുത്ത് XNSൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട്. എനിക്കിനി XMൻ്റെ ഒരു അക്കൗണ്ട് MT5 റൺ ചെയ്യണം, സെയിം PC-യിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ഇത് ഇങ്ങനെ ഞാൻ മൾട്ടിപ്പിൾ ചെയ്തിട്ട് എനിക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ? ഇപ്പോൾ ഇതിങ്ങനെ ഓപ്പണായിട്ട് വന്നു. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇത് കൊടുക്കണം. ഏതാണ്? നമ്മുടെ ഏത് ബ്രോക്കറാണോ നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ബ്രോക്കർ കൊടുക്കുക. ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, നമ്മുടെ F7 ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് എന്താ പറയുക ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡും മൾട്ടിപ്പിൾ അക്കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റേതിലേക്ക് ആഡ് ചെയ്തിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? XNS തന്നെ. അപ്പോൾ ഞാൻ അതിന് മുമ്പ് XNSൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് നോക്കണം. ഒരു മിനിറ്റ്. അപ്പോൾ നമുക്ക് ഈ അക്കൗണ്ടാണ്, ഇപ്പോൾ ഡെമോ അക്കൗണ്ടാണ് നമ്മൾ F7ൻ്റെ നമ്മുടെ ഇൻഡിക്കേറ്റർ നമ്മൾ ഇൻഡിക്കേറ്ററും പോട്ടെ, F7ൻ്റെ അൽഗോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ നാളെ എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 26 നിങ്ങൾക്ക് അൽഗോ കിട്ടും. F7ൻ്റെ അൽഗോ നിങ്ങൾക്ക് കിട്ടും 1 ഡേ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യുന്നതും അത് ആഡ് ചെയ്യുന്നതൊക്കെയാണ് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഡെമോ അക്കൗണ്ട് അതിലേക്ക് ആഡ് ചെയ്യാം. ഒരു മിനിറ്റ്. അതിന് ഇവിടെ പോയി അക്കൗണ്ട് ഇൻഫർമേഷൻ. ഓക്കെ, അക്കൗണ്ട് ഇൻഫർമേഷനിൽ പോവുക. ഈ MT5 ലോഗിൻ്റെ ഇത് കണക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക. സെർവർ ഏതാണ്? ട്രയൽ 6. ഓക്കെ, നമുക്ക് ഇത്രയും മതി. ഇത് മിനിമൈസ് ചെയ്യട്ടെ. ഇവിടെ പോവുക, ഫയലല്ല അക്കൗണ്ട്സിൽ പോവുക, മെറ്റാഫോൺ ഇവിടെ അക്കൗണ്ട്സിൽ പോവുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ആൻ അക്കൗണ്ട് കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ XNS ടൈപ്പ് ചെയ്യുക, ഫൈൻഡ് കമ്പനി കൊടുക്കുക, ഫൈൻഡ് യുവർ കമ്പനി. ഏതാണ് നമ്മൾ കൊടുക്കേണ്ടത്? XNSൻ്റെ ടെക്നോളജി ലിമിറ്റഡ്. നെക്സ്റ്റ്. ഇനി XM ആണെങ്കിൽ XM ഗ്ലോബൽ. ഓക്കെ, വെയിറ്റ് ചെയ്യുക. നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്, എക്സിസ്റ്റിംഗ് അക്കൗണ്ട് ഇല്ലേ? നമ്മുടെ എന്താണ് ആ ഡെമോ അക്കൗണ്ട്. ഓക്കെ, അത് നമ്മൾ കോപ്പി ചെയ്തത് ഇവിടേക്ക് പേസ്റ്റ് ചെയ്യാം. എവിടെയത്? അത് ക്ലോസ് ചെയ്ത് വെച്ചല്ലേ. ഓക്കെ, ട്രയൽ 6 ആണ് അല്ലേ? പാസ്വേഡ് നമ്മൾ കൊടുക്കണം. പാസ്വേഡ് കൊടുക്കണം എന്നല്ല, പാസ്വേഡ് നമ്മൾ അടിക്കണം. ഏതാ പാസ്വേഡ് എന്ന് വെച്ചാൽ അതടിക്കുക. റിയൽ 6 അല്ല, ട്രയൽ 6 ആണ്. ട്രയൽ എന്ന് പറയുന്നത് ഡെമോ ആട്ടോ. റിയൽ എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട്. അത്രയേ ഉള്ളൂ.
എവിടെയാണ് ട്രയൽ? അതാ ട്രയൽ 6. ഓക്കെ ഓക്കെ ഫിനിഷ്. കണ്ടോ, ഇൻകമ്മിങ് മെയിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും. ആ മെസ്സേജ് വരും. പിന്നെ ഇവിടെ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇത് ഓപ്പൺ ആവും. ഓക്കെ, നമ്മൾ 1 lakh ആഡ് ചെയ്ത് വെച്ചേക്കണം. ആഡ് ചെയ്ത് വെച്ചാൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. ഓക്കെ, ഡെമോ അക്കൗണ്ടാണ്. പിന്നെ ഇവിടെ ഒരു ഗ്രീൻ കളർ വരും. ഓക്കെ, ഇവിടെ ഇതുണ്ടോ, ഇവിടെ റെഡ് കളറായിരുന്നു, ഇവിടെ ഗ്രീൻ കളർ വരും. ഇവിടെ ഒരു ഇവിടെ നിങ്ങൾക്ക് കാണാം 431 അങ്ങനെ നമ്പേഴ്സൊക്കെ വരും. 431 എന്നല്ല, നമുക്ക് നമ്പേഴ്സൊക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ഈ ഇൻറ്റു മാർക്കിൽ ഇതൊക്കെ എടുത്ത് കളയുക. ഈ സാധനങ്ങളൊക്കെ കളയുക. ഇതൊന്നും ആവശ്യമില്ല നമുക്ക്. ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ അധികം വലിച്ച് നീട്ടാത്തത്. സിമ്പിൾസിൽ പോവുക. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ് കാണാം. മറ്റേ നിങ്ങളുടെ ഏതെടുക്കണം? നമ്മളിപ്പോൾ ചെയ്യുന്നത് ഗോൾഡിൽ. അപ്പോൾ ഗോൾഡ് എടുക്കുക. ഗോൾഡ് vs ഡോളർ. പിന്നെ ഇതിൽ നമുക്ക് ചെയ്യാം. പിന്നെ ഇതിലാണ് നമുക്ക് എല്ലാം എടുക്കാം. നിക്കൽ, ഏത് വേണമെങ്കിൽ, കോപ്പർ, നിങ്ങൾക്ക് ഏതിലൊക്കെ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാത്തിലും F7 അൽഗോ, മായാവിൻ്റെ F7 അൽഗോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതില്ല ബിറ്റ് കോയിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റും, ഗോൾഡിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റും, അങ്ങനെയൊന്നുമില്ല. ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഏതിലാണോ നിങ്ങൾക്ക് താല്പര്യം, കറൻസിയിലാണോ എടുത്തോ. ഇനി ക്രിപ്റ്റോയിൽ പോവാം. ബിറ്റ് കോയിൻ കാണിച്ചു തരാം. ബിറ്റ് കോയിൻ അവിടെ പോയി. ബിറ്റ് കോയിൻ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ സിമ്പിൾ വരുന്നത് നിങ്ങൾ നോക്കി നോക്കാം. പിന്നെ ഏതാണ്? ഫോറക്സ്. ഓക്കെ, സ്റ്റോക്ക്. ഇത് ഏതാ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കിക്കോ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് വെച്ചാൽ അത് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഗോൾഡിൻ്റെ മാത്രം നമുക്ക് എടുക്കാം. ഗോൾഡിൻ്റെ നമ്മൾ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ടു. ഓക്കെ, ഡ്രാഗ് ചെയ്തിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രാഗ് ചെയ്തിടുമ്പോൾ എന്ത് നോക്കണം? നമ്മൾ എന്താക്കണം? M1-ലാക്കണം. നമുക്ക് M5-ലും നമുക്ക് ട്രേഡ് ചെയ്യാം, M50-ലും നമുക്ക് ട്രേഡ് ചെയ്യാം, M30-ലും നമുക്ക്. M എന്ന് പറഞ്ഞാൽ എന്താ? മിനിറ്റ്. ഓക്കെ, 1 മിനിറ്റിലും 5 മിനിറ്റിലും 50 മിനിറ്റ്സിലും 30 മിനിറ്റ്സിലും 1 അവറിലും ഒക്കെ നമുക്ക് F7 മായാവി F7-ൻ്റെ ഇൻഡിക്കേറ്റർ അൽഗോ ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് M1-ൽ എടുക്കാം. ഓക്കെ, എടുത്തു. ഇതെല്ലാം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മളിന്ന് നോക്കിയത്? ഇതൊക്കെ പെട്ടത് കഴിഞ്ഞു. ഇത് ആപ്പിളിൻ്റെ അല്ല കേട്ടോ. ഇത് വാൾപേപ്പറാണ്, വെറും വാൾപേപ്പർ മാത്രമാണ്. ആപ്പിളിൻ്റെ അല്ല. എൻ്റെ പി സി ആൻഡ്രോയിഡ് ബേസാണ്. ഓക്കെ, നമ്മൾ MT5 നമ്മൾ ചെയ്തു. അതിന് ശേഷം എന്താണ്? MT5 ഇവിടെ കാണുന്നില്ലല്ലേ? ഓക്കെ, അതും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, MT5 നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല. അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ ഇവിടേക്ക് ഒരു കോപ്പി വരേണ്ടതെന്ന് കാണിച്ചു തരാം. മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാം. വിൻഡോസിൻ്റെ ഇത് ഓപ്പൺ ചെയ്യാം. വിൻഡോസിൽ പ്രോഗ്രാം ഫയൽസ് എന്നുള്ളത് കാണും. നിങ്ങളത് ഓപ്പൺ ചെയ്യുക. ഇവിടെ മെറ്റാട്രേഡർ 5 കണ്ടോ? ഇവിടെ മെറ്റാട്രേഡർ 5.1 നമ്മളിത് സെലക്ട് ചെയ്ത് വെച്ചത്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിന്ന് 64 ടെർമിനൽ 64 ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഷോ മോർ ഓപ്ഷനിൽ പോവുക. അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കും കേട്ടോ. ഓരോരുത്തരുടെ ക്രിയേറ്റ് എ ഷോർട്ട് കട്ട്. യെസ്, ഡെസ്ക്ടോപ്പിൽ എവിടെയാണ് വന്നേക്കണേന്ന് അറിയില്ലല്ലോ. ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, 64 ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതൊന്ന് പറയാൻ വിട്ടുപോയി. സോറി, കുറച്ച് പനിയുണ്ട്, ഒരു ജലദോഷമൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. നമ്മൾ MT5-ൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ എന്ന് പറയാം. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒറിജിനൽ തന്നെയാണ്. പക്ഷേ മൾട്ടിപ്പിൾ MT5 നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ സ്ക്രീനിൽ കൊണ്ടുവന്നു. ഇത് നമ്മൾ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്ത്, ഇത് സെക്കൻഡ്. ഇനി വേണമെങ്കിൽ നമുക്കിതിൻ്റെ പേര് മാറ്റാൻ വേണമെങ്കിൽ എന്ത് ചെയ്ത് കൊടുക്കാം?
MT52 ഇവിടെ ഒരു വരങ്ങൾ കൊടുക്കാം, നമുക്ക് കാണാൻ എളുപ്പമായിരിക്കും. ഓക്കെ, MT52, ഇത് MT51, ഇത് MT52. ഓക്കെ, അങ്ങനെ നമുക്ക് കൊടുക്കാം. ഇവിടെ ഞാൻ ഇത് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇത് തന്നെ ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, കറക്റ്റായിട്ട് വന്നിട്ടില്ലേ? ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മളിത് ചെയ്തേക്കണം ഡെമോ അക്കൗണ്ടാണ് അറ്റാച്ച് ചെയ്ത്. നിങ്ങൾക്ക് റിയൽ അക്കൗണ്ട് എന്ത് വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാം. ഓക്കെ, റിയൽ അക്കൗണ്ടോ ഡെമോ അക്കൗണ്ടോ സെൻഡ് അക്കൗണ്ട് എന്ത് വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ F7 ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. നിങ്ങൾക്ക് F7 എന്തുകൊണ്ടാണ് നമ്മുടെ VIP ഗ്രൂപ്പിലുള്ള ഓരോ മെമ്പേഴ്സിനും തരണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെമോ ഫസ്റ്റ് തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഡെമോയിൽ നോക്കൂ, നിങ്ങൾക്ക് പറ്റുമോ, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് പറ്റുമോ? ഇങ്ങനെ ആരും തരില്ല, പക്ഷെ നമ്മൾ തരും. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ നമ്മുടെ VIP ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ. നമ്മുടെ മെമ്പേഴ്സ്, ഓക്കെ, VIP ഗ്രൂപ്പിലെ മെമ്പേഴ്സ്, ഓക്കെ, ഇതാണ് VIP ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ പറ്റുന്നത് ഇതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വേറെ കാര്യം, ഈ VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഡിസ്ക്രിപ്ഷൻ ഗ്രൂപ്പിൽ ഈ യൂട്യൂബ് വീഡിയോൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും ഞാൻ, എന്തിൻ്റെ, ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ. അതിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ പിന്നീട് മെസ്സേജ് കണ്ടോ, ഇവിടെ പിന്നീട് മെസ്സേജ് ഉണ്ട്, പിന്നീട് മെസ്സേജ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൽഗോയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അതങ്ങോട്ട് പോട്ടെ. ഇത് പബ്ലിക് ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ വന്നു കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുന്ന ഈ ഗ്രൂപ്പിലായിരിക്കും. ഓക്കെ, പബ്ലിക് ഗ്രൂപ്പാണ്. ഒരുപാട് പേര് അതുണ്ട്. മെമ്പേഴ്സ് ഫീഡ്ബാക്ക്, 5 days $90 പ്രോഫിറ്റ്. കണ്ടോ, എത്ര ഇട്ടിട്ടാണ് നോക്കണേ, $100 ഇട്ടിട്ട്, $100. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, വലുതാക്കാൻ പറ്റും. നോക്കട്ടെ, 5 days $90 പ്രോഫിറ്റ്, ക്യാപിറ്റൽ ജസ്റ്റ് $100. കണ്ടോ, ഓരോ ആൾക്കാരുടെ ഫീഡ്ബാക്കാണ് നമുക്ക്. ഓക്കെ, ഫീഡ്ബാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പിലാണ് നിങ്ങൾ ജോയിൻ ആകുക. ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിന്നീട് മെസ്സേജ് ഉണ്ടാവും. പിന്നീട് മെസ്സേജിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോട്ടെ. ഓക്കെ, എന്തായാലും വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേ ഉള്ളൂ, മൾട്ടിപ്പിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയായെന്നായി. ഓക്കെ, നമ്മൾ അതേപോലെ തന്നെ ഒരു ബ്രോക്കറിനെ ഇപ്പോൾ XNSന് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു, MT5ലേക്ക് ആഡ് ചെയ്തു. അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കി. ഇനി നമ്മുടെ അൽഗോ എങ്ങനെ ആഡ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് അൽഗോ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. ഓക്കെ, അൽഗോ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ B3 അൽഗോ, ഇത് F7 അൽഗോ. ഇപ്പോൾ F7 അൽഗോ ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ F7 അൽഗോ എങ്ങനെയാണ് നിങ്ങൾ ആഡ് ചെയ്യുക? നിങ്ങളുടെ ഇതിലിങ്ങനെയായിരിക്കും വന്ന് കിടക്കുക. അപ്പോൾ ഓപ്പൺ ഇൻ ഫോൾഡറിൽ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിപ്പുറത്ത് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണത്തിന് അതിന് ഒരു പോപ്പപ്പായിട്ട് ഓപ്പൺ ആവും. ഓക്കെ, അതിനെ കോപ്പി ചെയ്യുക. അതിനുശേഷം ഫയലിൽ പോവുക, ഓപ്പൺ ഡാറ്റ ഫോൾഡറിൽ പോവുക. ഓക്കെ, ഓപ്പൺ ഡാറ്റ ഫോൾഡറിൽ പോയിട്ട് ഇവിടെ MQL ഫയലിൽ പോവുക, എക്സ്പേർട്ടിൽ പോവുക. ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞോ? പരിപാടി കഴിഞ്ഞോ? ഇല്ല. ക്ലോസ് ചെയ്യുക, എക്സ്പേർട്ട് അഡ്വൈസറിൽ പോവുക. ഇതുകൊണ്ട് ഇവിടെ കണ്ടോ, എക്സ്പേർട്ട് അഡ്വൈസർ പോവുക, മൗസ് ഇങ്ങനെ വെക്കുക, മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീഫ്രഷ് ചെയ്യുക. ഇപ്പോഴാണ് കഴിഞ്ഞത്, മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുക? അറ്റാച്ച് ചാർട്ട്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ VIP ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും. എന്താണ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ VIP ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ. ഓക്കെ, F7ൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടെറൈൻ എന്ന് പറഞ്ഞാൽ ഏതിലും, കറൻസിയിലോ ബിറ്റ് കോയിനിലോ, എവിടെ ഈ ബ്രോക്കർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സംഗതിയിലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് ബിറ്റ് കോയിനിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേക സെറ്റിങ്, ഗോൾഡിൽ ചെയ്യാൻ പ്രത്യേക സെറ്റിങ്, അങ്ങനെ ഒന്നും ഇതിലില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഗോൾഡിന് ചെയ്യാൻ വേറെ സെറ്റിങ്സോ, അല്ലെങ്കിൽ ബിറ്റ് കോയിൻ ചെയ്യാൻ വേറെ സെറ്റിങ്സോ, കറൻസി ചെയ്യാൻ വേറെ സെറ്റിങ്സോ, അല്ലെങ്കിൽ സ്റ്റോക്കിൽ ചെയ്യാൻ വേറെ സെറ്റിങ്സോ, ക്രൂഡ് ഓയിൽ ചെയ്യാൻ വേറെ സെറ്റിങ്സോ, അല്ലെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ടിൽ, മനസ്സിലാവുന്നുണ്ടോ,
ഫണ്ടഡ് അക്കൗണ്ടിൽ ചെയ്യാൻ വേറെ സെറ്റിങ്സോ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതി. MT5 കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കണക്റ്റ് ആയിട്ടുള്ള എല്ലാ ഫണ്ടഡ് അക്കൗണ്ടിലും നിങ്ങൾക്ക് സുഖമായിട്ട് F7 നിങ്ങൾക്ക് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല, ഇപ്പോൾ കൊടുക്കുന്നില്ല, ഒന്ന് കൊടുത്തു നോക്കാം അല്ലേ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഞാൻ അലവ് കൊടുക്കുന്നില്ല, ഇങ്ങനെ ഉണ്ടാവുള്ളൂ വൈറ്റ് കളറിൽ. ഇനി അലവ് കൊടുക്കുമ്പോഴാണ് ഇവിടെ മറ്റേ സിമ്പിളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിൾ, പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മുടെ മെമ്പേഴ്സുകൾ, ഇത് കാണുന്ന VIP മെമ്പേഴ്സുകൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഇതേപോലെ സെറ്റ് ചെയ്ത് നിങ്ങളുടെ PC വെക്കുക. ഇന്ന് നിങ്ങൾക്ക് ഞാൻ അൽഗോ അയച്ചിരുന്നായിരിക്കും. അൽഗോ നിങ്ങൾ കണക്ട് ചെയ്ത് ഡെമോ ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾ ഫുള്ളിരുന്ന് ചെക്ക് ചെയ്തോ. എവിടെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതിലൊക്കെ നിങ്ങളിരുന്ന് ചെക്ക് ചെയ്യേ. ഓക്കെ, നാളെയൊക്കെ സമയമുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്തോ. ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെ സൂപ്പർ, എങ്ങനെയാണ് എന്താ ഫീഡ്ബാക്കൊക്കെ എനിക്ക് അയച്ചു തരാം. അത് മാത്രമല്ല നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ ഡെമോ വേർഷൻ മാറ്റിയിട്ട് ഒറിജിനൽ വേർഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തന്നിരിക്കും. എൻജോയ്. ഓക്കെ, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ നിന്ന് എന്ത് വേണം എനിക്ക്? ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക്, പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ഫീഡ്ബാക്ക് ആയിരിക്കണം. എനിക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ ഞാൻ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അത് മതിയെന്ന് വെക്കും. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും നിങ്ങൾ തരിക. ഓക്കെ, ഇത് ആദ്യം നിങ്ങളത് ഇത് കണക്ട് ചെയ്യുക, എന്നിട്ട് നോക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, ശരി, എന്നാൽ ബൈ. വലിച്ചു നീട്ടുന്നില്ല. ഇനി വലിച്ചു നീട്ടിയതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് എന്താ പറയുക, അത്ര വലിയ ബ്രില്യൻസ് ആയിട്ടുള്ള, എന്നെ പോലെ തന്നെ വലിയ ബ്രില്യൻസ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു കാര്യം 2, 3, 4 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാലൊക്കെ മനസ്സിലാവുള്ളൂ. അത് ഞങ്ങളുടെ പോരായ്മകളാണ്. നിങ്ങൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. താങ്ക് യു.